بسم الله الرحمن الرحيم والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. വിശുദ്ധ റമദാൻ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുകയാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ പെരുന്നാൾ സുദിനം സമാഗതമാവുകയായി. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളെക്കുറിച്ച് ഒരു പുനർവിചിന്തനത്തിന് വിധേയമാകേണ്ട സമയമാണിത്. ദൂരയാത്രക്കൊരുങ്ങുന്ന മനുഷ്യൻ പ്രീ പ്ലാൻഡ് ആണെങ്കിൽ, കാലേക്കൂട്ടി എല്ലാം തയ്യാറാക്കി വെക്കുന്നയാളാണെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് അയാളുടെ കയ്യിലുണ്ടാകും, അല്ലെങ്കിൽ മനസ്സിലുണ്ടാകും. അത് വെച്ചിട്ട് സാധനങ്ങൾ എടുത്തുവെച്ച സാധനങ്ങളൊന്ന് ഒത്തുനോക്കും. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇലക്ഷന് വലിയ സ്ഥാനമുണ്ട്. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നവർക്കറിയാം, പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ചെക്ക് ലിസ്റ്റ്. അതാണ് ആദ്യം തരിക. പിന്നെയാണ് നമുക്ക് ആവശ്യമുള്ള യന്ത്രസാമഗ്രികളും മറ്റുമൊക്കെ കൂടെ കെട്ടിയ കീസ് തരിക. എന്നിട്ട് അത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് ഏറ്റൊന്ന് ഒത്തുപോകണം സ്റ്റേഷൻ വിടുന്നതിന് മുമ്പ്. കാരണം നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർ ഒരുക്കി തയ്യാറാക്കി വെച്ചത് തന്നെയാണ് ആ കീസും. ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പം തന്നെ ആ കുറവ് നികത്തണം, അല്ലാതെ സ്റ്റേഷൻ വിടാൻ പാടില്ല. എല്ലാം റെഡിയാണെന്ന് പറഞ്ഞ ആ ചെക്ക് ലിസ്റ്റ് ആദ്യം അവരെ എടുത്താണ്ട് ഏൽപ്പിക്കണം. ഇതിൽ നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ രൂപത്തിലാണ് കാര്യങ്ങൾ. എന്നുവെച്ചാൽ ഒരു പ്രീ പ്ലാൻഡ് ആണ് ആ സംഗതി, ആ ഇലക്ഷൻ പ്രക്രിയ. ഏത് പ്രീ പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ഒരു സംഗതി അനിവാര്യമാണ്. എന്നാൽ അത് ഇപ്പം നമ്മൾ നടത്താനയക്കണം. നമ്മളെ യാത്ര കുറച്ചും കൂടെ ദീർഘമേറിയതാണ്. അത് പരലോകത്തേക്കുള്ള യാത്രയാണ്. ഇനി തിരിച്ചു വരാത്ത യാത്രയാണ്. ഈ റമദാൻ വിട പറയുമ്പോൾ അതും കൂടെ നമ്മളെ മനസ്സിക്ക് വരണം. കാരണം കഴിഞ്ഞ കൊല്ലത്തെ ആളുകളൊന്നും നമ്മളെ മുന്നിലില്ലപ്പോൾ. ഈ ഒരൊറ്റ പള്ളിയിലെടുത്തു നോക്കിയാൽ ഒരുപാട് ആളുകളെ എനിക്കിങ്ങനെ എണ്ണി പറയാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. നോമ്പിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ ഒരു സഹോദരൻ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുകയുണ്ടായി. പള്ളിയിലേക്ക് ഇറങ്ങിയതായിരുന്നു അദ്ദേഹം. നമ്മൾ അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പല സഹോദരങ്ങളുടെയും വന്യ പിതാക്കന്മാർ ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല, സഹോദരങ്ങളില്ല, പലരുടെയും കുടുംബത്തിലെ സഹോദരിമാരില്ല. അങ്ങനെ ഉറ്റവരും മുടിയവരുമായി പ്രായഭേദമില്ലാതെ എത്ര പേരാണ് ഈ ഒരൊറ്റ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഈ റമദാനിനിടക്ക് ഈ ദുനിയാവിൽ നിന്ന് യാത്രയായത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 16ാമത്തെ വർഷമാണ് ഈ മിമ്പറിൽ പ്രിയപ്പെട്ട ജനങ്ങളോട് സംസാരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതിനിടയിൽ നമ്മളുടെ ആ ഗതകാല സ്മരണകളൊന്ന് അനുസ്മരിച്ചാൽ ഒട്ടേറെ മരണങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനാകും. ഇനി നമ്മുടെ ഊഴം എപ്പോഴാണ്?
അതാണ് ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ഏത് സമയത്തും തിരിച്ചു വിളിക്കുമ്പോൾ തിരിച്ചു പോകാൻ തയ്യാറാകണം. അല്ലാതെ ഇല്ല, ആയിട്ടില്ല, ലൈൻ അഖർത്തനി, കുറച്ചും കൂടെ ഒന്ന് പിന്തിച്ചിട്ടാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റാത്ത എന്ന് പറയുന്ന ഒരവസ്ഥ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട്, റബ്ബിങ്കലേക്ക് നിങ്ങൾ തിരിച്ച് വളരെയധികം അള്ളാഹുവിനെ ഭയപ്പാടോടുകൂടി അവന് കീഴൊതുങ്ങിയിട്ട് റബ്ബിങ്കലേക്ക് നിങ്ങൾ തിരിച്ചു പോകാൻ ഒരുങ്ങണം. അതാണ് ഇനാബത്ത്. ഇത് തൗബയുടെയും ഇനാബത്തിൻ്റെയും കൂടെ അവസരമാണ് വിശുദ്ധ റമളാൻ. തൗബ എല്ലാവർക്കും ഉള്ളതാണ്. ഫതൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ എല്ലാവരും നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവിൻ. അതിൻ്റെ ഒരു അടുത്ത സ്റ്റേജാണ് ഇനാബത്ത്. അത് കുറച്ചും കൂടെ അള്ളാഹുവിൻ്റെ ഫളിൽ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു ഖേദിച്ചു മടങ്ങലാണ്. തൗബ അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയന്നുകൊണ്ടുള്ള തെറ്റിൽ നിന്ന് ഖേദിച്ച് മടങ്ങുന്ന ഒരു പശ്ചാത്താപമാണ് തൗബയെങ്കിൽ, ഇനാബത്ത് അത് കുറച്ചും കൂടെ ഒരു ഉയർന്ന പടിയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടും ചോദിച്ചുകൊണ്ടും റബ്ബിങ്കലേക്ക് കീഴൊതുങ്ങി മടങ്ങുന്നതാണ് ഇനാബത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മോട് ആവശ്യപ്പെടുന്നത് വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കലേക്ക് ഖേദിച്ചു മടങ്ങണം. വളരെയധികം താഴ്മയോടെയുള്ള ഒരു മടക്കം. വഅസ്ലിമൂ ലഹ്, അങ്ങനെ അവന് നിങ്ങൾ കീഴൊതുങ്ങുകയും ചെയ്യുക. നമ്മളെ മനസ്സ് കീഴൊതുങ്ങിയോ റബ്ബിനു വേണ്ടി? നമ്മുടെ കണ്ണ് കീഴൊതുങ്ങിയോ? നമ്മളുടെ കൽബും കയ്യും കാലും നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ റബ്ബ് പറഞ്ഞ രൂപത്തിലായോ? അപ്പോഴാണ് ആ ഇസ്ലാം നമ്മിൽ നിന്നുണ്ടാകുന്നത് പൂർണ്ണമായ ഒരു കീഴൊതുക്കം. അതാണ് സബ്മിഷൻ, അതാണ് ഇസ്ലാം. അങ്ങനെ മുസ്ലിങ്ങളാകാൻ നമുക്ക് സാധിക്കണം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ, ഏത് സമയത്തും അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്താം. അപ്പൊ പിന്നെ അള്ളാഹുവോട് കേണപേക്ഷിച്ചിട്ട് കാര്യമില്ല. അതിനു മുമ്പാണ് ഈ ഒരു ചിന്ത വേണ്ടത്. അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതെന്താണ്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ നബിയെ പറയുക, നബിയോട് സത്യവിശ്വാസികളോട് ആജ്ഞാപിക്കാൻ അല്ലാഹു പറയുന്നു. എന്താണ് അല്ലാഹു പറയുന്നത്? യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളോട് തന്നെ തങ്ങളുടെ ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചുപോയ എൻ്റെ ദാസന്മാരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശപ്പെടാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ഏത് പാപിയുടെയും സകല പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ട് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും അളവറ്റ കരുണാനിധിയുമാണ്, കാരുണ്യവാനുമാണ്. ആ റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നിരാശരാകാൻ പാടില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനായി നിൽക്കുമ്പോൾ മദ്യപിച്ചതിൻ്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു കവിയുണ്ട്. അബൂ നവാസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ജാഹിലിയ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന വ്യക്തിയാണ്. അങ്ങനെ മദ്യപിക്കാനിടയായി.
അദ്ദേഹത്തിന് ശിക്ഷ കിട്ടി. പിന്നീട് അദ്ദേഹം ആ തെറ്റിൽ നിന്ന് പൂർണ്ണനായും മുക്തനായി. മദ്യം എന്ന ആ കെടുതിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാനായി. അതിൻ്റെ ശേഷവും ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ട്. ആ മഹാനായ സ്വഹാബിയുടെ ജീവചരിത്രം ഇങ്ങനെ അറിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കണ്ണീർ പൊഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കവിത തഫ്സീറുകളിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എന്താണ്? യാ റബ്ബി ഇന്നളുമത് ദുനൂബി കസറതൻ ഫലഖദ് അലിംതു ബി അന്ന അഫ്വക അഅ്ളമു. പടച്ചോനെ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് എൻ്റെ പക്കൽ. അത് എത്രമാത്രം പെരുത്തതാണെങ്കിലും ഫലഖദ് അലിംതു ബി അന്ന അഫ്വക അഅ്ളമു, അല്ലാഹുവേ, ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെ കവച്ചു വെക്കുന്നതാണ് നിന്റെ മാപ്പ് എന്ന ആ സവിശേഷത, നിന്റെ അഫ്വ്. ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമൂ. പടച്ച റബ്ബേ, ഒരു മുഹ്സിനായ മനുഷ്യന് മാത്രമേ നിന്നിൽ പ്രതീക്ഷയർപ്പിക്കാൻ പറ്റൂ എങ്കിൽ പിന്നെ ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമു, എന്നെപ്പോലെ കുറ്റം ചെയ്ത ഒരു കുറ്റവാളി ആരിലാണ് റബ്ബേ പിന്നെ അഭയം തേടുക? അദൂക റബ്ബിക മാ അമർത തളറുൻ ഫൈദാ റദത്ത യദയ ഫമൻ ലാ യർഹമു. അങ്ങേ അറ്റത്തെ വിനയാനിതനായി ഞാനിതാ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, നീ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ കൽപ്പിച്ചതുപോലെ. തെറ്റ് ചെയ്തവനോട്, റബ്ബിനോട് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങാനാണല്ലോ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ നിന്നോട് ഞാനിതാ മാപ്പപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഫഇദാ റദത്ത യദീ ഫമൻ ലാ യർഹമു, എൻ്റെ കൈകൾ നിരാശയോടെ തട്ടി മാറ്റുകയാണെങ്കിൽ എന്നോട് കരുണ കാണിക്കാൻ ആരുണ്ട്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ താങ്കളെ ശിക്ഷിക്കില്ല, ഇനി ഒരിക്കലും ഞാൻ താങ്കളെ ശിക്ഷിക്കില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മറുപടിയായി അബൂ നവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല. ചെയ്തുപോയ തെറ്റുകളെ തിരിച്ചറിയുക, എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക. അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ആ വിശ്വാസിയോട് കൽപ്പിക്കുന്നത്. തെറ്റ് ചെയ്യാത്ത മനുഷ്യനല്ല മനുഷ്യൻ, അത് മനുഷ്യപ്രകൃതം. അത് യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യാതിരിക്കുക എന്നത് മാലാഖാ പ്രകൃതമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലു ഇംറാനില് അള്ളാഹു ഓർമ്മിപ്പിച്ച 1-2 സൂക്തങ്ങളാണ് ഞാൻ നിങ്ങളെ ഖുതുബയുടെ ആദ്യത്തിൽ ഓതി കേൾപ്പിച്ചത്. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം. ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മ്ലേച്ഛവൃത്തികളിൽ ഏർപ്പെട്ടു എന്ന് വെക്കുക. ഫാഹിഷത്തിന് സിന എന്ന അർത്ഥം കൽപ്പിച്ചവരുണ്ട്. അതല്ല, ഇസ്ലാമിൻ്റെ ആ ഹലാൽ ഹറാമുകൾ മാനിക്കാതെ ആളുകൾ ചെയ്യുന്ന ഏത് തെറ്റും ഫാഹിഷത്തിൽ പെടുമെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഏത് തെറ്റ് ചെയ്താലും ഔളലമു അൻഫുസഹും, അത് എല്ലാതരം ദ്രോഹങ്ങളും മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളും ഉൾപ്പെടുന്നതാണ്. ആ രൂപത്തിൽ എന്ത് ദ്രോഹം ചെയ്യുകയും അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത മനുഷ്യൻ ഒരു വിശ്വാസിയാണെങ്കിൽ ദക്കറുല്ലാഹ്, ആ സമയത്ത് അള്ളാനെ ഓർക്കും. തെറ്റ് ചെയ്യാനിടയായി ഉടനെ അള്ളാഹുവിനെ ഓർക്കുന്ന പ്രകൃതമാണ് വിശ്വാസിയുടേത്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, ചെയ്തു പോയ തെറ്റിന് ആത്മാർത്ഥമായി റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. സത്യത്തിൽ പാപം പൊറുക്കാൻ അല്ലാതെ വേറെ ആരാളുള്ളത്? അള്ളാഹു അല്ലാതെ ആർക്കാണ് പാപം പൊറുക്കാൻ കഴിയുക?
ആരുണ്ട് പാപം പൊറുക്കാൻ? എന്തുകൊണ്ട് മാലകള്, മൗലൂദുകള്, റാത്തീബുകള്, കുത്തുബിയത്തുകള് തുടങ്ങി ആളുകൾ ചെയ്തു അല്ലെങ്കിൽ ആചരിച്ചു വരുന്ന കാര്യങ്ങളെ ഇത്രയും നിശിതമായി വിമർശിക്കാനുണ്ടോ? അതൊക്കെ മഹത്തുക്കളോടുള്ള സ്നേഹം കൊണ്ടല്ലേ, പ്രവാചകനോടുള്ള പ്രിയം കൊണ്ടല്ലേ എന്നൊക്കെ ഒരു സാമട്ടില് കാര്യങ്ങളെ കാണുന്ന ആളുകളുണ്ട്. അവർ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിലൊക്കെ അള്ളാഹു അല്ലാത്ത മഹത്തുക്കളോട് പാപമോചനം തേടുന്നുണ്ട്. അവിടെയാണ് അതിന് ചുരുക്കി വരുന്നത്. അള്ളാഹു അല്ലാത്ത മഹാന്മാരോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സംശയലേശമന്യെ പഠിപ്പിച്ച സംഗതിയാണ് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ആരുണ്ട് അല്ലാതെ പാപം പൊറുക്കാൻ? ആരുമില്ല. അള്ളാഹുവിന് മാത്രമേ പാപം പൊറുക്കാൻ കഴിയൂ. വലം യുസിറു അലാ മാ ഫഅലു. വിശ്വാസിയുടെ ഗുണം എന്താണ്? ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിൽ സ്ഥിരമായി നിൽക്കുന്ന സ്വഭാവം ഒരിക്കലും വിശ്വാസിക്കുണ്ടാവൂല. കാലാകാലം ഒരു തെറ്റിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസിക്ക് കരണീയമല്ല. ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് പെട്ടെന്ന് ഖേദിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു തെറ്റിൽ സ്ഥിരമായി നിൽക്കുന്ന സ്വഭാവക്കാരനുമല്ല സത്യവിശ്വാസി. അങ്ങനത്തെ ആളുകൾക്ക് ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം. അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു ഓഫറാണിത്. അവർക്ക് പാപമോചനമുണ്ട്. വജന്നാത്തുൻ. ആ പാപമോചനം ലഭിച്ച ആളുകൾക്ക് അല്ലാഹു സ്വർഗവും നൽകി അനുഗ്രഹിക്കും. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം. 1400-500 കൊല്ലങ്ങൾക്ക് മുമ്പ് അവതരിച്ച ഖുർആനില് സുന്ദരമായ സ്വർഗീയ ആനന്ദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് പലയിടത്തും നമ്മൾ കാണും. അത്ഭുതപ്പെട്ടു പോകും. ലോകം എത്ര പുരോഗമിച്ചു എന്നാണ്. ഇപ്പോഴും നല്ല മണിമന്ദിരങ്ങളും സൗധങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ താഴ്ഭാഗത്തു കൂടി അരുവികളും നദികളും ഒഴുകുന്ന ആ ഒരു സങ്കല്പത്തിൽ നിന്ന് ഇന്നും മനുഷ്യൻ പോയിട്ടില്ല. ഇപ്പോഴും അത്തരം സൗകര്യങ്ങളൊക്കെ ഏറ്റവും വലിയ ആനന്ദം പകരുന്ന കാര്യങ്ങളായിട്ട് തന്നെയാണ് മനുഷ്യൻ ഇന്നും കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഖാലിദീന ഫീഹാ. അവർ ആ സ്വർഗത്തിൽ ശാശ്വതവാസികളായിരിക്കും. വനിഅമ അജ്റുൽ ആമിലീൻ. പ്രവർത്തിക്കുന്നവർക്കുള്ള കൂലി എത്രമാത്രം നല്ല ഒരു പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഗുണങ്ങൾ, ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഗുണം ഒരിക്കലും ഒരു വിശ്വാസിക്ക് തൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകാൻ പാടില്ല. അതൊരു വലിയ ഇബാദത്തായതുകൊണ്ടാണ് ഫർള് നിസ്കാരം കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം പറഞ്ഞത്. അല്ലാതെ ചെയ്തത് ഒരു പാപ്പായിട്ടല്ല. നിസ്കരിച്ചതിന്റെ ശേഷമാണ് ഇത് പറയുന്നത്. എന്തിനാണ് അവിടെ ഇസ്തിഗ്ഫാർ? അത് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അത് ഒരു സത്യവിശ്വാസി അള്ളാഹുവിനോട് നടത്തുന്ന പാപമോചനത്തിനു വേണ്ടിയുള്ള തേട്ടമാണ്. ഏതാണ് ആ തേട്ടം? അല്ലാഹുമ്മ അൻത റബ്ബി. അള്ളാഹുവെ നീയാണ് എൻ്റെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ അൻത. നീയല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല. ഖലഖ്തനി. നീയാണെന്നെ സൃഷ്ടിച്ചത്. വ അന അബ്ദുക്. ഞാൻ നിന്റെ കേവലം അടിമ മാത്രം. ആ പ്രയോഗങ്ങൾ ഓരോന്നും ഏറെ വിശദീകരണം അർഹിക്കുന്ന പദപ്രയോഗങ്ങളാണ്. ആലോചിച്ച് നോക്കുക. അല്ലാഹുമ്മ അൻത റബ്ബി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ നമ്മളാണ്ട് അംഗീകരിക്കുകയാണ്. നീയാണ് എൻ്റെ രക്ഷകൻ, നീയാണ് എൻ്റെ പരിപാലകൻ, നീയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി കൊണ്ട് നടക്കുന്ന ശക്തി. അല്ലാഹുമ്മ അൻത റബ്ബി. റബ്ബിൻ്റെ ആ റുബൂബിയത്ത് അംഗീകരിക്കുകയാണ്. അടുത്ത വാചകം എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത. നീ അല്ലാതെ ആരാധ്യനില്ല. അത് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് അംഗീകരിക്കുകയാണ്. ആരാധന, എല്ലാ ആരാധനയും, പ്രാർത്ഥനയായാലും നേർച്ചയായാലും വഴിപാടായാലും
ആരാധനയായിട്ട് എന്തെല്ലാം ഉണ്ടോ, ദുആയുണ്ടോ, അതൊക്കെ ആർക്ക് മാത്രമേ പറ്റൂ? അള്ളാഹുവിന് മാത്രമേ പറ്റൂ. കാരണം ലാ ഇലാഹ ഇല്ലാ അന്ത, നീ അല്ലാതെ ഒരു ആരാധ്യനില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഉലൂഹിയത്താണ് അവിടെ അംഗീകരിക്കുന്നത്. അടുത്തതായി അള്ളാഹുവിന്റെ വലിയൊരു സിഫത്താണ് പറയുന്നത്. അതെന്താണ്? ഖലഖതനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. ഖാലിഖിനാണ് നമ്മൾ ആരാധിക്കേണ്ടത്, നീയാണ് ഖാലിഖ്, അത് അംഗീകരിക്കുകയാണ്. ഖലഖതനി. ഇനി ഒരു അടിമക്ക് വേണ്ടത് എന്താണ്? ആ യജമാനന്റെ മുമ്പിൽ തന്റെ ആ അടിയായ്മയുണ്ടല്ലോ, അടിമത്വമുണ്ടല്ലോ, അത് പൂർണ്ണമായും ബോധ്യപ്പെട്ട് അത് അംഗീകരിക്കുക എന്നതാണ്. 5 നേരത്തെ നിസ്കാരത്തിൽ നമ്മൾ ആ റുക്കോളും സുജൂദും ചെയ്യുമ്പോൾ ആ ഉബൂദിയത്ത്, അള്ളാഹുവിനെ ആ പരമമായ കീഴ്വണക്കമാണ് നമ്മൾ അവിടെ പ്രകടിപ്പിക്കുന്നത്. വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅത്. തന്റെ കഴിവില്ലായ്മ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം. എന്നെക്കൊണ്ടാവുന്നത്ര നിന്നെ അനുസരിച്ച്, നിന്നോട് ചെയ്ത കരാർ പാലിച്ച് ഒരു മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കുന്നയാളാണ് ഞാൻ. 100ക്ക് 100 എന്ന് പറയാൻ പറ്റൂല, അപാകതകൾ സംഭവിച്ചേക്കാം. മസ്തതഅത്, അത് മനുഷ്യന്റെ കഴിവുകേടിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ്. അഊദു ബിക മിൻ ശർരി മാ സനഅത്, ഞാൻ എന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ടോ അതിന്റെ തിന്മകളിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അബൂലക ബിനിഅമതിക അലയ്യ, എണ്ണിയാലൊടുങ്ങാത്ത നീ നൽകിയ അനുഗ്രഹം അനുഭവിച്ചു കഴിയുന്നവനാണ് പടച്ച തമ്പുരാനെ ഞാൻ. ആ നിലക്കും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. വ അബൂഉ ബിദംബി, ചെയ്തു പോയ തെറ്റിന്റെ പേരിലും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. അതുകൊണ്ട് ഫഗ്ഫിർലി, നീ എൻ്റെ പാപങ്ങൾ അഖിലം എനിക്ക് പൊറുത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത്, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്ന ആരുമില്ല നാഥ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥന ഒരാൾ പകലിൽ പ്രാർത്ഥിച്ചു, ആ പകലിൽ അയാൾ മരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ അയാളുടെ പാപങ്ങൾ അഖിലം പുറത്തു കൊടുക്കും. രാത്രിയിലാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്, ആ രാത്രിയിലാണ് അയാളുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണപ്പെട്ട ആ സഹോദരന് സ്വർഗം നൽകി അനുഗ്രഹിക്കും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുക എന്നതല്ല, സംഭവിച്ച തെറ്റുകുറ്റങ്ങളിൽ ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക എന്നതാണ് പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ് യജിദില്ലാഹ ഗഫൂറർ റഹീമ. ആരെങ്കിലും ഒരു തിന്മ ചെയ്തു, അതല്ലെങ്കിൽ തന്നോട് തന്നെ ദ്രോഹം ചെയ്തു, എന്നിട്ട് ആത്മാർത്ഥമായി റബ്ബിനോട് ഒരാൾ പൊറുക്കലിനെ തേടിയാൽ യജിദില്ലാഹ ഗഫൂറർ റഹീമ, അള്ളാഹുവിനെ ഏറെ പൊറുക്കുന്നവനും അളവറ്റ കാരുണ്യവാനുമായി അവനെ കാണാൻ സാധിക്കും. ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും, ഇബ്ലീസിനെ കരയിപ്പിച്ച ആയത്താണ് ഞാൻ നേരത്തെ ഓതിയ ആയത്തും ഈ ആയത്തും എന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ആയത്ത് അവതരിച്ചപ്പോ പ്രവാചകൻ ഇതേക്കുറിച്ച് പറഞ്ഞു, ഒരു സത്യവിശ്വാസി ലാ ഇലാഹ ഇല്ലല്ലയും ഇസ്തിഗ്ഫാറും മുറുകെ പിടിച്ചാൽ അതുവഴി അവന് രക്ഷപ്പെടാനാകും. അത് രണ്ടുമാണ് ഒരു സത്യവിശ്വാസിയുടെ രക്ഷ. ഇബ്ലീസ് പറയുന്നു അത് രണ്ടുമാണ് എന്നെ നശിപ്പിക്കാൻ കാരണമെന്ന്. എന്ന് വെച്ചാൽ ആളുകളെ വഴിപിഴപ്പിക്കുന്നതിൽ നിന്ന് തൻ്റെ ഡ്യൂട്ടി വിജയിക്കാതെ പോവുക എപ്പോഴാണ്? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴും റബ്ബിനോട് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുമ്പോഴും. അതുകൊണ്ട് ഈ വിശുദ്ധ റമളാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ വറഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ സുമ്മൻ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹ്, പൊറുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ റമളാനേറ്റ് പോയ ആൾക്കാരുണ്ടല്ലോ, ആ കൂട്ടത്തിൽ പെടാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആത്മാർത്ഥമായി റബ്ബിനോട് ഖേദിച്ച് മടങ്ങുകയും ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ ഈ വിശുദ്ധ റമളാനിലെ പാപമോചനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.
الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ മുഴുമേഖലയിലും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. റമദാൻ അവസാനിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള പൂർണ്ണ സംസ്കരണമാണ് വിശ്വാസി ആർജിച്ചെടുക്കേണ്ടത്. തൻ്റെ മനസ്സ് സംസ്കരിക്കപ്പെടണം, തൻ്റെ പ്രവർത്തനങ്ങൾ സംശുദ്ധമാകണം, തൻ്റെ സംസാരം നിയന്ത്രിക്കണം, തൻ്റെ ഹൃദയം ശുദ്ധമാകണം. അതുപോലെ തന്നെയാണ് തൻ്റെ ധനവും. കഴിഞ്ഞ ഖുതുബയിൽ ആ കാര്യം നാം കേൾക്കുകയുണ്ടായി. ഇനി റമദാനിൻ്റെ ഒടുവിൽ വളരെ പണക്കാരല്ലാത്ത ആളുകൾക്കും കൊടുക്കാൻ പറ്റിയ അന്നത്തെ ഭക്ഷണത്തിനുള്ള വകയുണ്ടെങ്കിൽ, കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ അയാളും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതിൽ കൊല്ലം തികയ എന്ന ഒരു ഷർത്ത് വരുന്നില്ല. അതുപോലെ തന്നെ പ്രത്യേക നിസ്വാബെത്തുക എന്ന മറ്റ് സക്കാത്തിൻ്റെ ഭാഗവും ഇതിൽ പരിഗണിക്കപ്പെടുന്നില്ല. മറിച്ച് അന്ന് കഴിഞ്ഞുകൂടാൻ ആവശ്യമായ വകയുണ്ട് എങ്കിൽ ഫിത്ർ സക്കാത്ത് നൽകാൻ കഴിയുന്നവരൊക്കെ ഫിത്ർ സക്കാത്ത് നൽകണം. എന്തിനാണ് ഈ ഫിത്ർ സക്കാത്ത് അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ചത്? പ്രവാചകൻ പഠിപ്പിച്ചു, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്തുൽ ഫിത്ർ തുഹറത്തൽ ലിസ്സായിമ മിനൽ ലഗ്വി വറഫസ് വതുഅമത്തൽ ലിൽ മസാക്കീൻ. അത് ഒരു നോമ്പുകാരനിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള, ശുദ്ധീകരിക്കാനുള്ള ഒരു ശുദ്ധീകരണമാണ് ഫിത്ർ സക്കാത്ത്. അതുപോലെ തന്നെ വതുഅമത്തൽ ലിൽ മസാക്കീൻ, അത് അഗതികൾക്കുള്ള ഒരു ഭക്ഷണവുമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, ഫിത്ർ സക്കാത്ത് പണക്കാരല്ല മേടിച്ചേക്കേണ്ടത്. ഈ കുഹില് മസാല എന്നൊക്കെ പറഞ്ഞ മാതിരി മദ്ഹബിൻ്റെ കിതാബുകളിലൊക്കെ പല തരത്തിലുള്ള മസാലകളും ഉണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, എങ്ങനെയൊക്കെ സക്കാത്ത് കൊടുക്കാതെ കഴിച്ചിലാകാൻ പറ്റുക, എങ്ങനെയൊക്കെ ഉപായങ്ങൾ ഒപ്പിക്കാൻ പറ്റുക എന്നുള്ളതിനുള്ള മസാലകളാണ്. അപ്പോൾ 40 ആടെത്തിയാൽ ഒരാടിനെ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ ബാപ്പ വിളിച്ചിട്ട് പറയാണ്, ഒരാടിനെ പിടിച്ചിട്ട് ഇന്നടാ മോനെന്ത് ഇജ്ജ് പിടിച്ചോന്ന്, എന്നാൽ 39 അല്ലേ ആയുള്ളൂ, സക്കാത്ത് കൊടുക്കണ്ടല്ലോ. ഇനി ഓനും ആ ആടുമായിട്ട് അങ്ങനെ ആയി. അതൊരു മസാലയാണ്, കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഒപ്പിക്കലാണ്. നമ്മളെ പണ്ഡിതന്മാരെ അപ്പം നിർബാധം വയല് പറഞ്ഞുകൊണ്ടിരിക്കണു, ആഭരണം എത്ര ആയാലും വേണ്ടിയില്ല, കൊടുക്കേണ്ടതില്ല. ആലോചിച്ച് നോക്കുങ്ങൾ. അതൊക്കെ ഓരോ ഉപായങ്ങളാണ്, റബ്ബിനെ പറ്റിക്കാനുള്ള ശ്രമങ്ങൾ. അതേമാതിരിയാണ് ഫിത്ർ സക്കാത്തിൻ്റെ വിഷയത്തിൽ. എളാപ്പാൻ്റെ അരി ഇട്ടുകാണ്ട് മൂത്താപ്പാൾക്ക് കൊടുക്കുക, മൂത്താപ്പാടുന്ന അരി ഇട്ടുകാണ്ട് എളാപ്പാൾക്കും കൊടുക്കുക. ഇപ്പോൾ രണ്ടുട്ടൊരു സക്കാത്ത് കൊടുത്തും ചെയ്തു, ഒരു മണി അരി ഇട്ട് പുറത്തേക്ക് പോയതുമില്ല. അങ്ങനെ ആകാൻ പാടില്ല. അതല്ല സക്കാത്ത്. അത് പാവങ്ങളുടെ വീട്ടിലെത്തിക്കണം. പിന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എന്താണ്? അഗ്നൂഹും അൻ തവാഫി ഹാദൽ യൗം, ഇന്ന് പട്ടിണിയായിട്ട് വെക്കാൻ വകയില്ലാതെ മറ്റുള്ളവൻ്റെ വീട്ടിലേക്ക് തെണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ആൾക്കാർ അന്നാണ് തെണ്ടിക്കണത്. ഇങ്ങനെ തണ്ടി ശീലമില്ലാത്തവരൊക്കെ കൂടെ കീസെട്ട് കണ്ട് അന്നങ്ങനെ ഇറങ്ങി നടക്കുക, 27,000 പൈസക്ക് അടക്കണ മാതിരി. ആ തണ്ടൽ എങ്ങനെയെന്ന് പരിശീലിക്കുകയാണ്. എന്നിട്ട് എല്ലാ പെരയിലും കയറി ഇറങ്ങുക. ഒരാൾക്കൊരു 15 വീട്ടിൽ കയറി ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ആളുടെ വീട്ടിൽ അതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റിയ ഒരു 5 ആളുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ നോക്കുങ്ങൾ, ഓൻ ചാക്ക് കണക്കിന് അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും, ഓൻ്റെ പെരയിലെത്തി. അതേ സമയത്ത് ഇറങ്ങി നടക്കാൻ മടിയുള്ളതുണ്ടാവും, അവൻ്റെ പെരയ്ക്ക് ഒരു മണിയും എത്തിയിട്ടില്ല, അവനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തിനാണ് ഇതിങ്ങനെ സംഘടിതമായിട്ട് നടത്തണം എന്ന് പറയാനുള്ള കാരണങ്ങൾ ഈ ഫലങ്ങളൊക്കെ അതിലൂടെ കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ 2-3 ദിവസം മുമ്പ്
ഫിത്ർ സക്കാത്ത് ശേഖരിച്ചു വെക്കാറുണ്ടായിരുന്നു. കാരണം മദീന ഇങ്ങനെ വിശാലായപ്പോൾ എവിടെയൊക്കെ പാവപ്പെട്ടവർ എന്ന് മനസ്സിലാക്കി അവരുടെ വീട്ടിലെത്തിക്കാൻ വേണ്ടി, അല്ലാതെ അവരത് തെരഞ്ഞ് ഇങ്ങോട്ട് വരാൻ പാടില്ല. ഏതായാലും നമസ്കാരത്തിന് മുമ്പാണ് അത് കൊടുക്കേണ്ടത്. മൻ അദ്ദാഹ ഖബല സ്വലാ ഫഹിയ സക്കാത്തും മഖ്ബൂല. നമസ്കാരത്തിന് മുമ്പ് കൊടുത്താലേ അത് സക്കാത്തായി പരിഗണിക്കുകയുള്ളൂ. വമൻ അദ്ദാഹ ബഅദ സ്വലാ ഫഹിയ സദഖത്തും മിനസ് സദഖാത്ത്. നമസ്കാരത്തിന് ശേഷമാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു സദഖയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കുക. അതുവഴി നമ്മുടെ വ്രതാനുഷ്ഠാനം മുഴുവനായി ശുദ്ധീകരിക്കപ്പെടണം. അത് പാവങ്ങൾക്കുള്ള തോൽമത്താണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് പണക്കാർ വാങ്ങി വെക്കാതിരിക്കാനും വേണം ശ്രദ്ധിക്കുക. ഇതാണ് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പെരുന്നാൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അള്ളാഹു അനുഗ്രഹിച്ച് ഇത്തവണത്തെ പെരുന്നാൾ തിങ്കളാഴ്ച തന്നെയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞായറാഴ്ച സൂര്യൻ അസ്തമിച്ചാൽ 59 മിനിറ്റ് ചന്ദ്രൻ നമ്മുടെ കോഴിക്കോട് സോണിലുണ്ട്. കാസർഗോഡും മറ്റും ഒക്കെ അങ്ങനെ തന്നെയാണ്. 59 മിനിറ്റാണ് ദൃശ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതേസമയത്ത് ശനിയാഴ്ചയാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ചന്ദ്രൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് പെരുന്നാൾ കഴിക്കാനും പറ്റൂല ഞായറാഴ്ച. കാരണം ഒന്നാമത് നമുക്ക് 29 നോമ്പേ ആവുള്ളൂ. ഏതായിരുന്നാലും പെരുന്നാൾ ദിനത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുന്നത്തായി പഠിപ്പിച്ചിട്ടുള്ളത് അത് മൈതാനത്ത് വെച്ച് നടത്തുക എന്നതാണ്. നമ്മൾ ഇവിടെ സംഘടിതമായിട്ട് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്താറുള്ളത്. ചുള്ളക്കാട് സ്കൂൾ മൈതാനത്ത്. വീട്ടിലുള്ള എല്ലാവരും, അത് ശുദ്ധിയില്ലാത്ത സ്ത്രീകളെ വരെ ഈദ്ഗാഹിലേക്ക് എത്തിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. കാരണം ബാക്കിയുള്ള എല്ലാ അമലുകളിലും, നിസ്കാരം ഒഴിച്ച് ബാക്കിയുള്ള പ്രാർത്ഥനകളിലും തക്ബീറുകളിലും ഒക്കെ അവർക്കും ഭാഗവാക്കാകാനുള്ള അവസരം അവിടെ ഒരുക്കി കൊടുക്കുക എന്നതാണ്. എല്ലാവരുമായി സൗഹൃദം പങ്കിടുക, അതുപോലെ തന്നെ കുടുംബ സന്ദർശനം നടത്തുക. അങ്ങനെ ഹലാലായ എന്തൊക്കെ ആഘോഷങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ആകാവുന്നതാണ്. പെരുന്നാളാന്ന് വിചാരിച്ച് ഹറാമായ യാതൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതുമാണ്. ആത്മാർത്ഥമായി ഈ റമദാനിൻ്റെ അവസാനം കുറിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാനായ നന്മകൾ ചെയ്യുക. രോഗികളായ ആളുകളുണ്ട് ധാരാളം, അവർക്ക് വേണ്ടി നാം സഹകരണങ്ങൾ നൽകുക. നമ്മളുടെ IMB എന്ന ആ പ്രസ്ഥാനം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഒരുപാട് രോഗികൾക്ക് അതുവഴി നേട്ടം ലഭിക്കുന്നുണ്ട് എന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിയ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡയാലിസിസ് നടക്കുന്നുണ്ട്, രോഗികൾക്ക് പെൻഷൻ നൽകുന്നുണ്ട്, ഡ്രഗ് ബാങ്ക് അതുവഴി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ IMBക്ക് വേണ്ടി ഒരു കളക്ഷനും ഇന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിലൊക്കെ ഉദാരമായി സഹകരിക്കുക. അവരവരാൽ കഴിയുന്ന എല്ലാ സംഭാവനകളും അർപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും നമസ്കാരവും നമ്മുടെ സദഖയും സകാത്തും നമ്മുടെ ഖുർആൻ പാരായണവും അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ റയ്യാൻ എന്ന സ്വർഗത്തിൻ്റെ കവാടത്തിലൂടെ സത്യവിശ്വാസികൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് യാ മുജീബദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വ ലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലിൽ ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. اللهم اغفر لنا ذنوبنا وخطايانا كلها. اللهم نشفنا وجبرنا واهدنا لصالح الأعمال والأخلاق فإنه لا يهدي لصالحها ولا يصرف سيئها إلا أنت.
اللهم اغفر لنا خطيئاتنا وجهلنا وإسرافنا في أمرنا وما أنت أعلم به منا. اللهم اغفر لنا خطأنا وعمدنا وهزلنا وجدنا وكل ذلك من عندنا. اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا. أنت المقدم وأنت المؤخر وأنت على كل شيء قدير. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي إليها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انصر إخواننا في فلسطين، وانصر المسلمين المجاهدين في كل زمان ومكان. اللهم دمر أعداءنا وأعداء الدين. اللهم شتت شملهم وفرق جمعهم ومزقهم كل ممزق. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم.